നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നോക്കട്ടെ. മാറിയ താക്കോലല്ല, താഴെ. അവര് വേറെ താഴെ ഗേറ്റ് പൂട്ടി. അതിപ്പോ എടീ, സിദ്ധു വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തെ. ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചതാവും. അപ്പൊ നമ്മളിട്ട താഴോ? അതവൻ പൊളിച്ചു കളഞ്ഞു. എന്ത് വേണം? ഗേറ്റ് എന്തിനാ വേറെ താഴിട്ട് പൂട്ടിയേ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. അത് ചോദിക്കാൻ നീ ആരടി? അപ്പൊ ഞാനെങ്ങനെ വീട്ടിലേക്ക് കയറുന്നേ? നീ ആ വീട്ടിൽ കയറണ്ട. എന്റെ ചേച്ചി ഇപ്പൊ ആ വീട്ടിലില്ലല്ലോ. ചേച്ചി ഇല്ലാത്ത വീട്ടില് നീയും താമസിക്കണ്ട. തോന്നിവാസ സിദ്ധ നീ കാണിക്കുന്നേ. ഞാനില്ലാത്ത നേരത്ത് വേറൊരുത്തനെ വിളിച്ച് സ്വന്തം ബെഡ്റൂമിൽ കയറ്റാം. അതൊന്നും നിനക്ക് തോന്നിവാസമല്ല. അത് ചോദ്യം ചെയ്ത് എന്റെ ചേച്ചിയെ അവിടുന്ന് ബലമായിട്ട് ഇറക്കി വിടാം. അതും തോന്നിവാസമല്ല. നിനക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തതാണ് തോന്നിവാസം അല്ലേ? നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ ആഗ്രഹിച്ച എവിടെ ഇരുന്നും എന്തും ചെയ്യാൻ പറ്റുന്നുള്ളത് നിനക്കറിയില്ലായിരുന്നു അല്ലേ? മര്യാദയ്ക്ക് ഗേറ്റ് തുറന്നു തന്നോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും. എടീ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. നീ എന്ത് ചെയ്താലും നാറാൻ പോകുന്നത് നീയും നിന്റെ രഹസ്യ കാമുകനുമായിരിക്കും. അതിനുള്ള പണിയൊക്കെ എനിക്കറിയാം. മേലാൽ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. എനിക്കത് ഇഷ്ടമല്ല. ഹലോ ഹലോ, എന്തു പറഞ്ഞവൻ? ഉടക്കം മൂടില്ല, തുറന്നു തരാൻ തയ്യാറല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? വേണമെങ്കിൽ ഈ താഴെ തല്ലിപ്പൊളിച്ച് കളഞ്ഞാലോ? പക്ഷെ അത് റിസ്ക്കാ വിഷ്ണു. സിദ്ധു എങ്ങാനും പരാതി കൊടുത്താലോ? വേറൊന്നുമല്ല, വീട്ടിൽ നിന്ന് സ്വർണവും മറ്റോ പോയി എന്ന് ആരോപിച്ചാലോ? അല്ലെന്ന് തെളിയിക്കേണ്ടത് എന്റെ ബാധ്യതയാവും. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഞാൻ വിഷ്ണുവിന്റെ ഒപ്പം വരാം. അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇപ്പൊ തോന്നില്ല ഒന്നും വേണ്ടായിരുന്നു. തോന്നുന്നില്ല. വിഷ്ണു വണ്ടി എടുത്തേ. വണ്ടി എടുക്ക്. നമുക്ക് തിരിച്ചു പോകാം സിദ്ധു. ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എനിക്കിപ്പോഴേ സ്വസ്ഥതയില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോളെ കാണണം. അച്ഛാ, നമ്മൾ വന്നിരിക്കുന്ന ഡോക്ടറെ കാണാനല്ലേ? നാളെയാണ് അപ്പോയിന്റ്മെന്റ് ഡേറ്റ്. നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് നാളെ തിരിച്ചു പോവാം. അത് വേണ്ട. എനിക്കിപ്പോൾ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് വേറൊരു ദിവസം വരാം. സമാധാനം കിട്ടാത്തതുകൊണ്ടാ മോനെ. എന്റെയും അഭിപ്രായം അത് തന്നെയാണ്. നമുക്ക് ഡോക്ടറെ കാണാൻ പിന്നെ ഒരിക്കൽ വരാം. അല്ല, ഇവിടെ വരെ വന്നിട്ട് കാണാതെ പോവാന്ന് പറഞ്ഞാ എനിക്ക് എന്റെ അസുഖത്തെക്കാൾ വലുതാ ഇപ്പൊ നമ്മുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന അസുഖം. അതാ ഉടനെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടത്. നമുക്ക് തിരിച്ചു പോവാൻ സിദ്ധു. വേറെ ആരുടെയും വീട്ടിൽ അങ്ങനെ താമസിക്കാത്തവളാ പ്രേമ. ദേവികയുടെ വീട്ടില് വേറെ കുഴപ്പമുണ്ടായിട്ടല്ല. എത്രയൊക്കെ വന്നാലും അതൊരു അന്യ വീടല്ലേ? ശരി, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ തിരിച്ചു പോവാം. കുഞ്ഞളിന് ഒരു ടെൻഷനും ഇല്ലല്ലോ. അത് കാണുമ്പോഴേ എനിക്ക് അത്ഭുതം തോന്നുന്നത്. അതിന് ഞാനിതിനെ ടെൻഷൻ അടിക്കുന്നത്. അല്ല, എന്തൊക്കെയായാലും സ്വന്തം ഭാര്യയല്ലേ? അളിയ, ഭാര്യയാണെന്ന് മാത്രം പറയരുത്. താലി കെട്ടിയതുകൊണ്ട് മാത്രം കൂടെ താമസിപ്പിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ, ഒരു അപരിചിത. ഞാൻ അവൾക്ക് ഒരിക്കലും ഒരു ഭാര്യയുടെ സ്ഥാനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കേട്ടപ്പോ എനിക്കൊന്നും തോന്നിയതുമില്ല. നമ്മുടെ വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നു എന്ന കാര്യത്തിലാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്.
അതിനുള്ള മറുപടി ഞാൻ അവളെ കാണുമ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനി അവളെ പറ്റി സംസാരിക്കണ്ട. അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിലില്ല, ഉണ്ടാവാൻ പാടില്ല. അതെ, അതാണ് ശരി. ചവിട്ടി ഇറക്കി വിടണോ അവളെ? അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. ഒന്ന് നിന്നെ, ഭയങ്കര ബുദ്ധിയാ നിനക്ക്. ഓ ആണോ? എന്നാലും നിന്റെ അത്ര വരുമോ? നിന്റെ മുന്നിൽ ഞാനൊക്കെ എന്ത്? പുറകെ ഓരോരുത്തരായിട്ട് വരുമായിരിക്കും അല്ലേ? എന്നിട്ട് ഇവിടെ താമസിക്കുന്നതിന് മുഴുവനും പുറത്താക്കുമായിരിക്കും. മനസ്സിലായില്ല. അല്ല, പ്രേമേച്ചി വന്നു, ഇനി അമൃതം വരും, അച്ഛൻ വരും, പിന്നെ ആ സിദ്ധുവും വരും. വരും, അങ്ങനെ പലരും വരും. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും ഞാൻ തെരുവിലൊന്നും കിടക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് വേറെ ആരും ഇറങ്ങത്തില്ല, നീ മാത്രമേ ഇറങ്ങൂ. അത് അത്ര എളുപ്പമാണ്? എളുപ്പമാണ്. അധികം വൈകാതെ ആ കൊടിയൊഴിപ്പിക്കൽ നടക്കും. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ കൂടെ നീയും കാണും. ഈ വർഷം കേട്ട ഏറ്റവും നല്ല തമാശ എന്ന് നിനക്ക് ഇപ്പൊ തോന്നും, പക്ഷേ അത് സംഭവിക്കും. അപ്പ മനസ്സിലാവും ആര് പറഞ്ഞാ ശരിയെന്ന്. മോനെ PG. PG യോ? പേയിങ് ഗസ്റ്റ്. ഓ, ഈ കാശ് കൊടുത്തിട്ട് അവിടെ താമസിക്കുന്നവനെ. അങ്ങനെ. PG-ക്കാരൻ ആ ലെവലിൽ നിന്ന് സംസാരിച്ചാൽ മതി. വരുന്നവര് വീട്ടുകാരാവാറൊക്കെ ഉണ്ട് പല സ്ഥലത്തും. പക്ഷെ ആ പതിവ് ഇവിടെ ഇല്ല. നീ തെറിക്കും. കാണാം. വേറൊന്നുമില്ലല്ലോ? ഇല്ല. പോടെ. പ്രേമേച്ചി, വാ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വാ ചേച്ചി, വാ. ഒന്ന് നിന്നേ. നമുക്കുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോ പ്രേമേച്ചി എന്ത് കഴിക്കും? അത് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല.